الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പാദിക്കുക എന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പ്രകൃതിയുടെ ഭാഗമാണ്. കാരണം അവന് ജീവിക്കണം, കുടുംബം പോറ്റണം, മക്കളെ വളർത്തണം, ഭൗതികമായ ആവശ്യങ്ങൾ നിർവഹിക്കണം, പാരത്രിക ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കണം. ഇതിനൊക്കെ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വത്ത് ഉണ്ടായിരിക്കണം. ഈ വിശ്വാസമൊന്നുമില്ലാത്ത ആളുകളും മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളും സ്വത്ത് സമ്പാദിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതി സൃഷ്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ നിലനിൽപ്പിനു വേണ്ടി, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു മാർഗമായിട്ടാണ് സമ്പത്തിനെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് അത് സമ്പാദിക്കുന്നതോ അത് കൈകാര്യം ചെയ്യുന്നതോ അതിൽ നിന്ന് അനുഭവിക്കുന്നതോ ഒന്നും ഒരു കുറ്റമല്ല എന്ന് മാത്രമല്ല, അതൊരു പുണ്യകർമ്മമാണ് എന്നുകൂടി പഠിപ്പിച്ച മതമാകുന്നു ഇസ്ലാം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ചില വിഭാഗം ആളുകൾ ഇതിനെ നിശിതമായി എതിർത്തവരായിട്ടുണ്ട്. പോയ കാലത്ത് ദുന്യാവ് എന്ന് പറയുന്നത് ശവമാണ്, അതിൻ്റെ പിന്നാലെ പോകുന്നവൻ പട്ടികളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ സച്ചരിതരായ സലഫുകളായ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച്
വിശദമായി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. രണ്ടു കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഓരോ മനുഷ്യനും അവന്റെ കഴിവനുസരിച്ച് അവൻ അള്ളാഹു നൽകിയ ശേഷി ഉപയോഗിച്ച് അവന്റെ ജീവിതത്തിന് വേണ്ടി അവൻ സമ്പാദിക്കണം. മറ്റൊരുത്തന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്ത് അവന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുക എന്നത് വളരെ മോശപ്പെട്ട, ഒരു വേള കുറ്റകരമായ ഒരു ജീവിത രീതിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നാളെ പരലോകത്ത് ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ആ ആളുകളുടെ മുഖത്ത് മാംസമേ ഉണ്ടാവുകയില്ല, വെറും അസ്ഥികൂടങ്ങളായിട്ടായിരിക്കും അവരുടെ മുഖം ആ സമയത്ത് ഉണ്ടാവുക. അവരാരാണ് എന്ന ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടി, ഈ ലോകത്ത് അള്ളാഹു നൽകിയ കഴിവുകൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിച്ച് ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് മറ്റുള്ളവന്റെ ഔദാര്യത്തിന് കാത്തുനിന്ന് ഭിക്ഷാടകരെ പോലെ അല്ലെങ്കിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് കഴിവുണ്ടായിട്ടും മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടി ചോദിച്ചു വാങ്ങി അതുകൊണ്ട് ജീവിച്ച ആളുകളാണ് ആ വരുന്ന ആളുകൾ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ അള്ളാഹു നമുക്ക് തന്ന കഴിവുകൾ വ്യത്യസ്തമാണ്. എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അറിവ്, കേൾവി, കാഴ്ച, ചിന്ത, ശരീരത്തിന്റെ ശേഷി, അവന്റെ മാംസപേശികളുടെ കരുത്ത്, അവന്റെ അസ്ഥികളുടെ കരുത്ത്, ഇതൊക്കെ വ്യത്യസ്തമാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ചില വസ്തുക്കൾ പോലും നമ്മൾ കാണുന്ന പോലെ ആവൂല മറ്റുള്ളവർ കാണുക. രണ്ടാളുകൾ ഒരേ വസ്തു കാണുന്നത് ഒരേ തരത്തിലാവുകയില്ല, വ്യത്യസ്തമായ രൂപത്തിലാവാം. ഒരേ നിറത്തിലാവുകയില്ല, വ്യത്യസ്തമായ നിറങ്ങളാവാം. അല്ലെ? ഒരു ശബ്ദം രണ്ടാളുകൾ കേൾക്കുന്നത് ഒരേ രൂപത്തിലാവുകയില്ല, ഒക്കെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യൻ തന്റെ ജീവിതമാർഗം തേടി അധ്വാനിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ ഒരു മഴു വാങ്ങുക, എന്നിട്ട് ഒരു കയറെടുക്കുക, ആ കയറുമായി നിങ്ങൾ ഏതെങ്കിലും വനപ്രദേശങ്ങളിൽ പോയി വിറക് വെട്ടി ഉണ്ടാക്കുക. ലാ യാഖുദ അഹദുക്കും ഹബ്ലഹു ഫയഅതി ബിഹുസ്മത്തിൽ ഹതബി അലാ ലഹരി. ഒരു മഴു എടുത്തിട്ട് അതുകൊണ്ടൊരു വിറകിന്റെ കെട്ടുണ്ടാക്കിയിട്ട് ആ വിറകിന്റെ കെട്ട് തന്റെ മുതുകിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്ന് അത് വിറ്റ് അതിന്റെ വരുമാനം കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക, അതിന് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. ഉമർ ഇബ്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ സമയത്തും ഒരാൾ പള്ളിയിൽ ഇത്തികാഫിലാണ്, ഫുള്ളായിട്ട് എപ്പം നോക്കിയാലും അയാൾ പള്ളിയിലുണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, ഇയാളുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഇയാൾക്ക് തിന്നണല്ലോ കുടിക്കണല്ലോ, അതൊക്കെ എവിടുന്ന കിട്ടുക? അപ്പൊ ആരോ പറഞ്ഞു, അയാളുടെ ഒരു സഹോദരൻ ജോലിക്ക് പോയി ആ ജോലിയുടെ കൂലി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഇയാൾക്ക് പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. റസൂൽ പറഞ്ഞു, ഇവനേക്കാൾ കൂലി അവനേക്കാരം കിട്ടുക. ഈ പള്ളിയിൽ ഇരിക്കുന്ന ഈത്തിക്കാഫിരിക്കുന്ന ഇവനേക്കാൾ കൂലി അധ്വാനിച്ച് കുടുംബം പോറ്റി തന്റെ കുടുംബത്തിലെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ആ ഭക്ഷണം എത്തിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനായിരിക്കും ഇവനേക്കാൾ കൂലി കിട്ടുക. കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നമ്മളൊക്കെ ഈ കാര്യത്തിൽ എല്ലാവർക്കും വെറുതെ ഇരുന്ന് ഭക്ഷിക്കുക, ജോലിക്ക് പോകാതെ ജീവിക്കുക, അത് മാതാപിതാക്കളും മക്കളായാലും ആരായാലും ശരി, സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദ്യവുമായി തൻ്റെ ജീവിതത്തെ സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നിടത്തോളം ആ മാർഗത്തിൽ അധ്വാനിച്ച് ജീവിക്കുക എന്നത് ഏറ്റവും പുണ്യകരമായ കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാലോ, പ്രവാചകന്റെ ബാല്യകാലം കൂലിപ്പണിയെടുത്താ ജീവിച്ച്, ആടുകളെ വെച്ച്. പ്രവാചകന്റെ ആടല്ല, നാട്ടിലെ
മനുഷ്യന്മാരുടെ ആടുകളെ ശേഖരിച്ച് വൈകുന്നേരം വരെ നോക്കി വൈകുന്നേരം കൂട്ടിക്കൊണ്ടേ കെട്ടിക്കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഇത്തിരി ചില്ലറ പൈസ, അതായിരുന്നു ജീവിതത്തിന്റെ ആദ്യം. പിന്നീട് നമ്മൾ കാണുന്നത് പ്രവാചകൻ ഒരു കച്ചവടക്കാരനാവുകയാണ്. സ്വയം മുതലാളിയായ കച്ചവടക്കാരനല്ല. അന്നത്തെ കാലത്ത് പ്രമാണിമാരായ പണക്കാരായ ആളുകൾ സാധനങ്ങൾ വാങ്ങി വിദേശത്ത് കൊണ്ടുപോയി വിൽക്കാൻ കൂലിക്ക് ജോലിക്കാരെ നിർത്തും. അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്കതിന്റെ കൂലി കൊടുക്കും. അങ്ങനത്തെ ഒരു കൂലിക്കാരനായിട്ടാണ് പിന്നീട് പ്രവാചകനെ നമ്മൾ കാണുന്നത്. നുബുവത്തിന് ശേഷം, പ്രവാചകത്വത്തിനു ശേഷം എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം? ആ ജീവിതത്തിലും കാണാം പ്രവാചകൻ ഇടക്കിടക്ക് കച്ചവടം ചെയ്യുന്നു, ആ കച്ചവടത്തിന്റെ ലാഭമുണ്ടാകുന്നു, അതുകൊണ്ട് ജീവിക്കുന്നു, തന്റെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു, അതുകൊണ്ട് ദാനം ചെയ്യുന്നു, പ്രവാചകന്റെ മതപരമായ ബാധ്യതകൾ നിർവഹിക്കുന്നു. അല്ലേ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. സ്വന്തം കൈകൊണ്ട്, സ്വന്തം ശരീരത്തിന്റെ ശേഷി കൊണ്ട് അധ്വാനിച്ച് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷണം കഴിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും കഴിക്കുന്നില്ല. ഒരാൾ ഫ്രീ ആയിട്ട് മന്തി വാങ്ങിത്തരാം, അതിൻ്റെ ഒപ്പം ഇതും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും സ്വന്തം അധ്വാനിച്ച പണം കൊണ്ട് ഒരു കഞ്ഞി കുടിക്കാനേ ഗതിയുള്ളൂ എങ്കിൽ ദുന്യാവിലെ ടേസ്റ്റിൽ മാറ്റണ്ടെങ്കിലും പടച്ചോന്റെ കോടതിയിൽ നല്ലത് ഈ കഞ്ഞി കാരണം. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞെടുത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പണിയെടുത്ത ജീവിച്ച്, പ്രവാചകനായിരിക്കുമ്പോഴും അദ്ദേഹം ജോലി ചെയ്ത ജീവിച്ച്. എന്തായിരുന്നു ജോലി? മാനേജറായിരുന്നോ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി? അദ്ദേഹം ആശാരിയായിരുന്നു, നജ്ജാർ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്, ചില ജോലികൾക്കൊക്കെ നമ്മളൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്, ആ ജോലി പറ്റൂല, അത് മോശമാണ്, അത് നമ്മളെ ജാതിക്ക് പറ്റൂല, അത് നമ്മളെ കൂട്ടത്തിലെ ആൾക്കാർക്ക് പറ്റൂല. ഇത് ഇസ്ലാം മതം ഉണ്ടാക്കിയതല്ല. അതൊക്കെ നമ്മളൊക്കെ മറ്റു ചില മതങ്ങളിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് വന്നവരാ നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെ. ആ മതപരിവർത്തനം ചെയ്തു വന്ന അവരുടെ മുമ്പത്തെ മതവിശ്വാസങ്ങളുണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ ചില ശേഷിപ്പുകളൊക്കെ ഇപ്പോഴും സമൂഹം അങ്ങനെ തലയിൽ കൊണ്ടെടുക്കുക. അതിൽ പെട്ടതാണ് ആ പണി മോശമാണ്, ഈ പണി പറ്റൂല, ഈ പണി ചെയ്യുന്ന കുടുംബങ്ങളുമായിട്ട് തന്നെ മുണ്ടാൻ പാടില്ല, ആ കുടുംബങ്ങളിൽ നിന്ന് കല്യാണാലോചന പാടില്ല, അവിടുത്തെ മക്കളെ കെട്ടാൻ പാടില്ല, കെട്ടിക്കാൻ പാടില്ല. ഇതിനൊന്നും ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല. നമ്മളെ അടിസ്ഥാന വിശ്വാസം താരങ്ങള് എല്ലാവരും ആദമിന്റെ മക്കളാ. ഏത് ജോലി ചെയ്യുന്ന എൻ്റെ അയലൊക്കത്ത് ജീവിക്കണം, ഓന്റെ സഹോദരനാ കാരണം ഓന്റെ വാപ്പ മേലേക്ക് പോയി, എൻ്റെ വാപ്പ മേലേക്ക് പോയാൽ അതൊക്കെ എത്തുക ഒരു വാപ്പയിലേക്കാ. ആ വാപ്പാന്റെ പേര് ആദം. അതിലൊരു ജോലി ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവം കൊണ്ടോ ഒരു വലിപ്പ ചെറുപ്പം അവിടെ ഇല്ല. ആളുകൾക്കിടയിലുള്ള മഹത്വം എന്ന് പറയുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണം. 5 നേരം നിസ്കരിക്കണോനേക്കാരം ഓന് ഒരു പ്രത്യേക ജോലി ചെയ്യണോനാ. ഒരു നിസ്കാരം അത് പീഡികൊലയും അങ്ങനെ വലിയ കുപ്പായിട്ട് വലിയ സിഗരറ്റും വലിച്ചിരിക്കണോനേക്കാരാണ്. ഓന് തോന്നുക ഇവൻ മോശമാണ്, എന്ത് ഓ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, എല്ലാ നന്മയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഓന്റെ ജോലി അതല്ലേ, അതുകൊണ്ട് ഓ മോശമാണ്. ആരാ അങ്ങനെ ഏർപ്പാടുണ്ടാക്കിയേ? ഇസ്ലാമിൽ അങ്ങനെയല്ല കേട്ടോ. ഇസ്ലാമിൽ എല്ലാവരും ജോലിക്കനുസരിച്ചോ വരുമാനത്തിനനുസരിച്ചോ കുടുംബത്തിനനുസരിച്ചോ തറവാടിനനുസരിച്ചോ ഇസ്ലാം വേർതിരിക്കുന്നില്ല. അമലുകൾ, ഇബാദത്ത്, തെക്കുവ, അതാണ് ഒരു മനുഷ്യനെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നജ്ജാർ, ആശാരിയായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാധനകള്, അദ്ദേഹം രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. അത്ഭുതകരമായ, മറ്റുള്ള മനുഷ്യർക്ക് പടച്ചോൻ കൊടുത്തിട്ടില്ലാത്ത വിധം അധികാരം നൽകിയ സുലൈമാൻ നബിയുടെ വാപ്പയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം രാജാവാണെങ്കിലും അദ്ദേഹം പണിയെടുത്ത ജീവിച്ച്. എന്തേലും ജോലി എന്നറിയോ? കൊല്ലനായിരുന്നു, കൊല്ലപ്പണി. ഇരുമ്പ് പഴിപ്പിച്ച് വെട്ടിമുറിച്ച് കത്തിയും കൈക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പണി ഉണ്ടല്ലോ, ആ പണിയെടുത്ത ആളായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചെങ്കിൽ അറിയില്ല എങ്ങനെയാണ്? രാജകൊട്ടാരത്തിലായിരുന്നു ജീവിച്ചത്, രാജാവിന്റെ സുഖ സൗകര്യങ്ങളോടെയാണ്. പക്ഷെ നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? നാട് വിട്ടിട്ട് ഒരു കുടുംബമായി മാറുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ബാപ്പ പൈസക്കാരനാ. പക്ഷെ ബാപ്പ എന്ന് പറഞ്ഞാൽ ഭാര്യന്റെ ബാപ്പ, അമ്മോശങ്കാക്ക. എന്നാ അമ്മോശാക്കാന്റെ പൈസയും കൊണ്ട് ജീവിക്കാന്നല്ല പറഞ്ഞേ. അമ്മോശാക്കാക്ക് ഇഷ്ടം പോലെ ആടുണ്ട്, ഞാൻ ആ ആടിനെ നോക്കിക്കോളാം. 10 കൊല്ലം ആ ആടിനെ നോക്കി അതിന്റെ കൂലി കൊണ്ട മൂപ്പര് കുടുംബം പോറ്റിയേ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നിടത്ത്
അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിൽ അവഗാഹമുണ്ടായിരുന്നു, അദ്ദേഹം മരുന്ന് കൊടുക്കുമായിരുന്നു, ചികിത്സിക്കുമായിരുന്നു, അത് അദ്ദേഹത്തിന്റെ ഒരു ജോലിയായിരുന്നു എന്ന് പറയുന്ന രേഖകൾ കാണാം. അപ്പോ ഇതൊക്കെ പ്രവാചകന്മാരാണ്. ആരാണ് ഈ പ്രവാചകന്മാർ? നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാരാ, ഒരു തെറ്റും ചെയ്യാത്ത, നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ആദ്യം കയറി പോകുന്ന മനുഷ്യരാണ് ഈ പ്രവാചകന്മാർ. അവർ ഈ ലോകത്ത് ജീവിച്ചത് ജോലി ചെയ്തുകൊണ്ടാ. അപ്പോ വൈറ്റ് കോളർ അല്ലാത്ത ജോലി, ഓഫീസിൽ എസിന്റെ താഴെ ഫാനിന്റെ താഴെ ഇരിക്കാത്ത ജോലിയൊക്കെ മോശാന്ന് വിചാരിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുന്ന കാലത്തെ മാതാപിതാക്കൾ മക്കൾക്ക് അധ്വാനത്തിന്റെയും ജോലിയുടെയും വരുമാനത്തിന്റെയും മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നത് ഒരു നല്ല സ്വഭാവമല്ല എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. നോക്കൂ, നിങ്ങൾ അബ്ദുറഹ്മാൻ ഔഫിന്റെ കഥ കേട്ടില്ല? നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന അൻസാരി മുഹാജിറായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവരെ ഉട്ടുടുത്തിരിക്കുന്ന തുണി മാത്രം ധരിച്ചുകൊണ്ട് വന്നാല ഒരു വസ്തുവില്ല, ഒന്നും മക്കാര് വിട്ടുകൊടുത്തിട്ടില്ല. ജീവിക്കുവാൻ കയ്യിൽ പിടിച്ച നാണയങ്ങൾ വരെ അവർ ബലം പ്രയോഗിച്ച് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. തലയിൽ കെട്ടുന്ന തോർത്ത് വരെ തിരിച്ചു വാങ്ങി ഉടുത്ത തുണിയുമായിട്ടാണ് മദീനത്തെത്തിയത്. അഭയാർത്ഥികൾ, ലോകത്തിപ്പോഴും അഭയാർത്ഥികൾ ഒരു പ്രശ്നമല്ലേ? യൂറോപ്പിലെ അഭയാർത്ഥി പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ ബംഗ്ലാദേശ് അഭയാർത്ഥി പ്രശ്നങ്ങൾ, അമേരിക്കയിൽ വരെ അഭയാർത്ഥികൾ എന്നൊരു പ്രശ്നം. അവർക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പ് കെട്ടി അവരെ പീഡിപ്പിച്ച് അവരെ ഇല്ലാതാക്കി പൗരത്വം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി എന്തൊക്കെ കഥകളാ വാർത്തകളാ ലോകത്ത് വായിക്കണേ. നോക്കൂ, നിങ്ങൾ മക്കയിൽ നിന്ന് അഭയാർത്ഥികളായി മദീനയിലെത്തിയ മുസ്ലിം സമൂഹം അവരെങ്ങനെ കൈകാര്യം ചെയ്ത നിങ്ങൾ ആ രീതി ഇന്നത്തെ വർത്തമാന ലോകത്തെ ഭരണകൂടങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അഭയാർത്ഥികൾ ഒരു പ്രശ്നമാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുള്ള മുസ്ലിങ്ങളെ വിളിച്ച് അഭയാർത്ഥികളായി വന്ന മുഹാജിറുകളായ മുസ്ലിങ്ങളെ വിളിച്ച് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മദീനക്കാരോട് ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ സഹോദരന്മാരാ, തുണിയില്ല, തിന്നാനൊന്നുമില്ല, കേറിക്കിടക്കാൻ വീടില്ല, വരുമാനത്തിന്റെ ഒരു മാർഗമില്ല, അതുകൊണ്ട് ഇവരെ നിങ്ങൾ സഹോദരന്മാരായി കാണണം. എന്നിട്ട് പ്രവാചകൻ അൻസാരിയായ അഥവാ മദീനക്കാരനായ ഒരു മുസ്ലിമിനെ വിളിച്ച് ഓനെ വിളിച്ചു. എന്നിട്ട് ഈ വന്ന കൂട്ടത്തിന് ഒരാളെ ഓന്റെ കൈ പിടിച്ചിട്ടാ കൊണ്ടേക്കോ, ഇവനെ നോക്കണം കേട്ടോ. അല്ലേ, മുമ്പ് കണ്ടിട്ടില്ല, മുമ്പ് ഒരു പരിചയമില്ല, ശബ്ദം പോലും കേട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അപ്പ കാണുക, പക്ഷേ സഹോദരന്മാരാണ്. എന്താ സഹോദര്യത്തിന്റെ അടിസ്ഥാനം? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. വിളിച്ചു കൊണ്ടുപോവാണ്. എന്നാ പോര്, എങ്ങോട്ടാ പോണ് അറിയില്ല, കൊണ്ടുപോവാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് എന്ന മക്കക്കാരനായ സ്വഹാബിയുടെ കൈ പിടിച്ചിട്ട് മദീനക്കാരനായ ഒരാളെ ഏൽപ്പിക്കുക. അദ്ദേഹം അബ്ദുറഹ്മാൻ ഔഫിനെ കൊണ്ട് തൻ്റെ വീട്ടിലെത്തിയിട്ട് പറയാം, അബ്ദുറഹ്മാൻ, ഇതാ എൻ്റെ വീട് കണ്ടില്ലേ, താഴെയുണ്ട് മേലെയുണ്ട്, ഏതങ്ങൾക്ക് വേണ്ടത്, താഴെയാണോ മേലെയാണോ, അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം, നിങ്ങൾ എൻ്റെ സഹോദരനാണ്. നോക്ക്, ഇതിൻ്റെ തോട്ടാണ്, അത്യാവശ്യം നല്ല വിശാലമായ തോട്ടമുണ്ട്. ഈ തോട്ടത്തിന്റെ ഏത് ഭാഗമാണ് വേണ്ടത്, പകുതി താങ്കൾക്ക് ഞാൻ തരും. ഏത് ഭാഗം നോക്കിക്കോളി, നല്ല ഭാഗം എടുത്തോളി. പിന്നെ കല്യാണം കഴിക്കണം, ഇത്തിരി ചെലവാ മദീനത്ത് കല്യാണം കഴിക്കാൻ, അതുകൊണ്ട് എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഞാൻ എൻ്റെ ഒരു ഭാര്യയെ തലാക്ക് ചെല്ലാം, ഇദ്ദയുടെ സമയം കഴിഞ്ഞാൽ താങ്കൾക്ക് കല്യാണം കഴിക്കണം. ഇല്ലേ, ലോകത്ത് ഇങ്ങനെ ജീവിതം പങ്കുവച്ച ഒരാളെ ഈ ഇസ്ലാമിന്റെ ചരിത്രത്തിലല്ലാതെ വേറെ എവിടെ കാണാൻ പറ്റുക? എന്നാ ആയിക്കോട്ടെ, ആ നല്ല കായുണ്ടാണ് ഈത്തപ്പനന്റെ ഭാഗം എനിക്ക് വെച്ചളി, വീടിന്റെ താഴെ ആയിക്കോട്ടെ, നല്ല മുട്ടുംകാലിനൊക്കെ പ്രശ്നം, താഴെ ഭാഗം എനിക്ക് തന്നളി, ഭാര്യയുടെ കൂട്ട് 2 കാണട്ടെ, ചൊറുക്കുള്ളതാരച്ച എനിക്ക് തന്നളി എന്ന് പറയാമായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മറുപടി തരങ്ങള്, ബാറക്കല്ലാഹു ഫീക്കും ഫീ അഹ്ലിക്കും വമാലിക്കും, നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിലും നിങ്ങളുടെ സ്വത്തിലും പടച്ചോൻ ബർക്കത്ത് തരട്ടെ. എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ മദീനത്ത് കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു തരും, മാർക്കറ്റിൽ ആൾക്കൂട്ടം വരുന്ന കച്ചവടം നടക്കുന്ന, കാരണം മദീനന്റെ ഭൂമിശാസ്ത്രം ഇയാൾക്ക് അറിയില്ല, അതൊരു കാണിച്ചു തരും, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അയാൾ സ്ഥലം കാണിച്ചു കൊടുത്തു, ആൾക്കാർ കൂടുന്ന സ്ഥലം, ഇത്തിരി പാൽക്കട്ടി, ഇത്തിരി നെയ്യും പിന്നെ ഇത്തിരി സാധനം കടം വാങ്ങിയിട്ട് അബ്ദുറഹ്മാൻ ഔഫ് അവിടെ നമ്മുടെ നാട്ടിൽ പായസല്ലേ അതേപോലത്തെ ഒരു സാധനത്തിന്റെ കച്ചവടം തുടങ്ങി. കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ കേൾക്കുന്നത് മദീന കണ്ട ഏറ്റവും വലിയ പണക്കാരനാണ് അബ്ദുറഹ്മാൻ ഔഫ്. 100 ഒട്ടകങ്ങൾക്ക് ഏറ്റാൻ മാത്രമുള്ള ധാന്യങ്ങൾ
മദീനക്കാർ മുഴുവനും വില പറഞ്ഞിട്ടും വിലയെത്താത്ത അത്രയും വലിയ ധാന്യങ്ങൾ ഒറ്റയടിക്ക് സാധുക്കൾക്ക് ദാനം ചെയ്ത മഹാധനികനായി അബ്ദുറഹ്മാൻ ഔഫ് മാറി. അള്ളാഹു കൊടുത്ത ബർക്കത്താണ്. എന്താണ് ബർക്കത്ത് അറിയോ? മറ്റൊരുത്തനെ ആശ്രയിക്കാതിരിക്കുക, മറ്റൊരുത്തന്റെ ഔദാര്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് കിട്ടിയെങ്കിൽ അതിനും വേണ്ടി ഇങ്ങനെ അതിന്റെ പിന്നാലെ ഇങ്ങനെ അടച്ചു നിൽക്കല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ എന്താ പറയാ, ഈ സമൂഹത്തിന്റെ ഒരു വലിയ സംഗതി എന്താ വെച്ചാൽ അധ്വാനിച്ച് ജീവിക്കാൻ മടി കാണിക്കുന്ന ഒരു സമൂഹം അങ്ങനെ വളർന്നു വരിക. പണിയൊന്നുമില്ല. എന്താ പണിയൊന്നുമില്ലാത്ത? ആരോഗ്യമായിട്ടല്ല, പണിയില്ലായിട്ടല്ല, നമ്മൾ റെഡിയല്ല. അത് നമുക്ക് പറ്റിയ പണിയല്ല. ഏതാ നമുക്ക് പറ്റിയ പണി അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ധനികരായ കോടീശ്വരന്മാരായ ആൾക്കാർ, നിങ്ങൾ അവരെ കുറിച്ചൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിക്കാറില്ലേ? അവരൊക്കെ ഒരു കാലത്ത് എന്തായിരുന്നു? പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയത്, ഒന്നുമില്ലായിരുന്നു. അവർ കച്ചവടക്കാരായിരുന്നു, സാധനം പൊതിഞ്ഞു കൊടുക്കുന്നവരായിരുന്നു, വണ്ടി കഴുകുന്നവരായിരുന്നു. പക്ഷേ അധ്വാനം അത് അള്ളാഹു നൽകുന്ന ബർക്കത്താണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അധ്വാനിക്കുക. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയണേ, ഫൈദ വെള്ളിയാഴ്ച ജുമഅക്ക് എല്ലാവരും വരണട്ടോ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അള്ളാഹു പറയാ, ഫൈദ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ. നിസ്കാരം കഴിഞ്ഞാലേ അവിടെ തന്നെ ഇരുന്ന് കാണും ദിക്റും ദുആയായിട്ട് നിങ്ങൾ കാലാകാലം അവിടെ തന്നെ കൂടണമെന്നല്ല. നിസ്കാരം കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കോളി, എന്നിട്ട് അള്ളാഹുവിന്റെ ദുന്യാവിൽ പരന്നോളി. അള്ളാഹിന്റെ ദുന്യാവില് അള്ളാഹു ഇങ്ങനെ റിസ്ക് ഇങ്ങനെ ബദറിയിട്ടുണ്ട്. ആ റിസ്ക് തേടിപ്പിടിച്ചോളി, അധ്വാനിച്ചോളി. അള്ളാഹു തആല മനുഷ്യരോട് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്അമു മാ അകല അഹദുൻ മിൻകും തആമൻ ഫിദ് ദുനിയ ഖൈറുൽ ലഹു മിൻ അൻ യഅകുല മിൻ അമലി യദിഹിന. പ്രവാചകൻ അതിന്റെ മഹത്വത്തെ പറ്റി എത്ര പറഞ്ഞ നിങ്ങൾ, കൈകൊണ്ട്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു തിന്നുക, അതിനേക്കാൾ മഹത്വമുള്ള ഒരു ഭക്ഷണം ലോകത്ത് ലഭിക്കുന്നില്ല. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, അൻഫഅതു ബിൻ റാഫി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ കസ്ബി അത്യബ്. നിങ്ങൾക്ക് അറിയേണ്ടത് അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും നല്ല തയ്യിബ് പറഞ്ഞ നല്ലല്ലേ, അത്യബ് പറഞ്ഞ ഏറ്റവും നല്ല വരുമാന മാർഗം, ഉപജീവന മാർഗം ഏതാണ് റസൂലേ? എന്താണ്? ലോകത്തിലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ മാനേജറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ CEO ആയിട്ട് കിട്ടുന്ന കോടികൾ അവിടുന്നാണോ പ്രവാചകൻ തുടങ്ങിയത്? നോക്കിയേ, പ്രവാചകൻ പറയാണ്, അമലുർ റജുലി ബിയദൈഹി, ഒരു മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനം. വകുല്ലു ബൈഇൻ മബ്റൂർ, കുറ്റങ്ങളില്ലാത്ത നല്ല രൂപത്തിലുള്ള കച്ചവടം. ഇത് രണ്ടുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല വരുമാന മാർഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ പ്രവാചകൻ വീണ്ടും പറയട്ടോ, അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത്, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു അർസൻ ഔ യസ്റഉ സർഅൻ. ഒരാൾ കൃഷി ചെയ്തു, നമ്മൾ ചാലക്കത്ത് വരെ കൃഷി ചെയ്തൊരു കാര്യമില്ല, അതൊക്കെ പന്നി നിന്നും അല്ലെങ്കിൽ ഇങ്ങോട്ടായിട്ടും അങ്ങനെ പോകുക എന്നല്ലാതെ അധ്വാനം എന്നല്ലാതെ ഒരു കാര്യമില്ല. നോക്ക് നിങ്ങൾ, ഒരു മുസ്ലിമിന്റെ കാഴ്ചപ്പാടെന്താ? ഒരു മുസ്ലിം യഗ്രിസു അർസൻ, ഒരു ചെടി നട്ടു, ഒരു മരം നട്ടു, ഔ യസ്റഉ സർഅൻ, അല്ലെങ്കിൽ അയാൾ കൃഷി ചെയ്തു, ഫയൗകുലു മിൻഹു ഇൻസാൻ, അയാൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, അതാരൊക്കെയോ തിന്നുപോയി. ഔ ത്വയ്ർ, അല്ലെങ്കിൽ പക്ഷികൾ, കണ്ടമാനം പക്ഷികൾ ഇറങ്ങിയിട്ടേ ഈ വെട്ടുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില കൃഷികളൊക്കെ നിരപ്പാക്കി കളയും. ഔ ബഹീമ, അല്ലെങ്കിൽ ആന ഇറങ്ങി, പന്നി ഇറങ്ങി, അല്ലെങ്കിൽ പൂള കുത്തിയോർത്ത് മൊത്തം എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ ഇറങ്ങി ആകെ കടിച്ച് നശിപ്പിച്ച് സംഗതി ഒക്കെ കഴിയും. ഇല്ലാ കാനതു ലഹു സ്വദഖ, അതിന് സ്വദഖ ചെയ്ത കൂലിയായിട്ട് അള്ളാന്റെ ഒക്കെ കൂലി കിട്ടുന്ന, ഇൻഷുറൻസ് ചെയ്താൽ 100 രൂപ 200 കിട്ടുക, അതുപോലെ തന്നെ കിട്ടും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ കർഷകന് അള്ള കൊടുക്കുന്ന കൂലിയാണ്. അതായത് അവൻ ഒരു 10 കിലോ നെല്ല് വിളവെടുക്കാൻ പറ്റുന്നിടത്ത് കൃഷി ചെയ്ത് ആ നെല്ല് വളഞ്ഞ് അത് കൊയ്തെടുക്കും മുമ്പ് ഒരാന ഇറങ്ങിയിട്ട് നശിപ്പിച്ചത് കളഞ്ഞാലും അത്രയും വസ്തു സ്വതക്ക ചെയ്ത കൂലി അള്ളാഹു പരലോകത്ത് അവന് കൊടുക്കുന്ന, അതായത് വെറുതെ ആവില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ നിയ്യത്താണ് പ്രശ്നം. ഓരോ മനുഷ്യന്റെ മനസ്സിലും ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നുണ്ട്, അന്നിയ്യത്തു തഹൂലുൽ ആദത ഇല ഇബാദ.
നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്കൊരു നീയത്ത് ഉണ്ടാവണം. ആ നീയത്ത് എന്താണെന്ന് നിങ്ങൾ, എൻ്റെ ഹലാലായ ജീവിതത്തിന്, എൻ്റെ ഹലാലായ കുടുംബ സന്ധാരണത്തിന്, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഹലാലായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള എൻ്റെ ആവശ്യ നിർവഹണത്തിനു വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ആ നല്ല നീയത്ത് മനസ്സിലുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സത്യസന്ധനായ വിശ്വസ്തനായ വ്യാപാരി രക്തസാക്ഷിയെ പോലെയാണ്. കച്ചവടക്കാർക്കറിയാം, ആ പറഞ്ഞ എളുപ്പം മനസ്സിലാവും. സത്യസന്ധനും വിശ്വസ്തനുമായിട്ട് ഒരാൾ കച്ചവടം ചെയ്യണമെങ്കിൽ ഈ ദുന്യാവ് തന്നെ രക്തസാക്ഷിയാവും. പിന്നെ പരലോകത്തെ കാര്യം പറയണം അല്ലേ? ചതികളുടെയും വഞ്ചനകളുടെയും വേണ്ടാത്തരങ്ങളുടെയും മായം ചേർക്കലുകളുടെയും ഒക്കെ പരസ്പര മാത്സര്യത്തിൻ്റെ കാലത്ത് സത്യസന്ധനായി വിശ്വസ്തനായി ഒരു കച്ചവടം ചെയ്താൽ അവൻ ചിലപ്പോൾ വരുമാനം കുറവേക്കാറും, പക്ഷെ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഷഹീദിൻ്റെ രക്തസാക്ഷിയുടെ സ്ഥാനത്താണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വിശ്വസ്തനായ ഒരു കൂലിപ്പണിക്കാരൻ വിശ്വസ്തനാണ്. അയാൾ കൂലിപ്പണി എടുക്കുന്നത് യജമാനനെ പറ്റിക്കാനോ അല്ലെങ്കിൽ യജമാനനെ തകർക്കാനോ ഏതെങ്കിലും നിലയ്ക്ക് എനിക്ക് പൈസ കിട്ടാനോ വേണ്ടിയല്ല. അയാൾ ജോലി ചെയ്യുമ്പോൾ തന്നെ ഈ ജോലി ഏൽപ്പിച്ച തൻ്റെ യജമാനന് നന്മയുണ്ടാവണം, ഗുണമുണ്ടാവണം എന്ന ഇഖ്ലാസോടുകൂടി അവൻ കൂലിപ്പണി എടുത്താൽ, ജോലി ചെയ്താൽ 2 കൂലിയാ. ദുന്യാവിലും കൂലി, അതേ പണിക്ക് പരലോകത്തും പടച്ചോൻ കൂലി കൊടുക്കും. എങ്ങനെ? ഓനോട് 10-100 തെങ്ങിന് തടം തുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓനറിയാം മുതലാളിക്ക് വയ്യ, മുപ്പര് വന്ന് നോക്കൊന്നുമില്ല. മുപ്പര പരമ്പത്തിങ്ങനെ നോക്കുള്ളൂ. കഴിഞ്ഞ് ആ മുമ്പിലെ 4 തെങ്ങിന് ഉഷാറായി കളച്ചിക്കണ്. ബാക്കിയുള്ളൊക്കെ അങ്ങനെ മണ്ണ് വതറിട്ട് വൈകുന്നേരം കൂലി വാങ്ങി പോവില്ല. ഓരോ തെങ്ങിൻ്റെ ചുവട് കളക്കുമ്പോഴും ഓൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, എനിക്ക് ഈ ജോലി തന്ന ഈ മുതലാളിൻ്റെ ഈ തെങ്ങ് നന്നാവണം, ഇതിമ നന്നായിട്ട് തേങ്ങ ഉണ്ടാവണം. ഞാൻ പണിയെടുത്തത് കൊണ്ട് എനിക്ക് കൂലി തരുന്ന എൻ്റെ യജമാനന്, എൻ്റെ മുതലാളിക്ക് ഇതുകൊണ്ട് ഹൈറുണ്ടാവണം. ആ നീയത്തോടു കൂടി അവൻ പണിയെടുത്താലേ ഓന് വൈകുന്നേരം മുതലാളിൻ്റെയൊക്കെ കൂലി കിട്ടും. ഇതിനേക്കാൾ കൂലി ഇതേ പണിക്ക് നാളെ പരലോകത്ത് പടച്ചവന് കൊടുക്കുന്ന. തൊഴിലാളി ദിനമായിരുന്നു ഇന്നലെ. മുതലാളിയെയും തൊഴിലാളിയെയും ശത്രുക്കളാക്കി മാറ്റുന്ന സംവിധാനങ്ങൾ ലോകത്തുണ്ടായപ്പോൾ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായി. എങ്ങനെയെങ്കിലും ഓനെക്കൊണ്ട് കഠിനമായി പണിയെടുപ്പിക്കണം. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ തൊഴിലാളികളെ നല്ല കരിമ്പ് പോലെ എങ്ങനെ ചതച്ച് ഊറ്റി ഓൻ്റെ അവസാനത്തെ നീരും പുറത്തെടുക്കാം എന്നാലോചിക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ, എങ്ങനെ മുതലാളിയെ പറ്റിക്കാം എന്നാലോചിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ, അവർക്കിടയിൽ മുതലാളി എപ്പോഴാണ് പൊളിയെന്നറിയില്ല, തൊഴിലാളി എപ്പോഴാണ് പൊളിയെന്നറിയില്ല. പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു സാമ്പത്തിക രംഗം രൂപപ്പെട്ടു ലോകത്ത്. ഇസ്ലാം പഠിപ്പിച്ച അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തൊഴിലാളി അവൻ പണിയെടുത്താൽ അവന്റെ ദേഹത്തെ വിയർപ്പുണങ്ങും മുമ്പ് അവൻ പണിയെടുത്തതിന് എന്തൊരു കൂലിയാണോ അവകാശമുള്ളത് ആ കൂലി അവന് കൊടുക്കണമെന്നാണ്. നാളെ പരലോകത്തെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെത്തുന്ന 3 ആളുകളെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. പരലോകത്തോല കാര്യം കഷ്ട. അതിലൊരാൾ ആരാധങ്ങൾ, തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവസാനം അവൻ അർഹിക്കുന്ന കൂലി കൊടുക്കാതെ ഭീഷണിപ്പെടുത്തിയോ പറ്റിച്ചോ ചതിച്ചോ അവനെ തിരിച്ചുവിടുന്ന മുതലാളി. അവൻ്റെ പരലോകത്തെ കാര്യം കഷ്ടകാലം നടന്നു അല്ലേ? അപ്പോൾ തൊഴിലാളിക്കും അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്. മുതലാളിക്കും അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത് ജോലി ചെയ്യുക, സമ്പാദിക്കുക എന്നത് അത് വെറും ഒരു കൂലിപ്പണിയല്ല. അതവൻ്റെ വിശ്വാസത്തിൻ്റെയും അവൻ്റെ ധാർമ്മികതയുടെയും അവൻ്റെ തഖ്വയുടെയും ഭാഗമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇൻ ത്വാബഹുസ് അന്നിയ, ഒരു മനുഷ്യൻ്റെ നീയത്ത് നന്നായാൽ, ഉദ്ദേശം, അതേപോലെ സലഹൽ കസ്ബ്, അവൻ്റെ ഉപജീവനം അതും നല്ല മാർഗത്തിലാണ്, ഹറാമായതല്ല, കഞ്ചാവ് വിൽക്കലല്ല, കള്ളക്കടത്തല്ല, കുഴൽപ്പണത്തിൻ്റെ ഏജൻ്റല്ല, പലിശൻ്റെ ഏജൻ്റല്ല, അള്ളാഹ് ഹറാമാക്കിയ പണിയല്ല, ഹലാലായ ഒരു ജോലി, അത് ആത്മാർത്ഥതയോടുകൂടി അവൻ ചെയ്യുമ്പോൾ അവന് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മൾ അധ്വാനിക്കുക, നമ്മളെ കൊണ്ടാവുന്ന പോലെ അധ്വാനിക്കുക, ആവുന്നിടത്തോളം കാലം അധ്വാനിക്കുക. അതേപോലെ
മക്കൾ, നമ്മുടെ മക്കൾക്ക് അധ്വാനത്തിൻ്റെ മഹത്വം ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുക. ചെറിയ ജോലികളൊക്കെ അവരെ കൊണ്ട് നേരത്തെ ചെയ്യിപ്പിക്കുക. അധ്വാനിച്ച് ജീവിക്കാൻ നമ്മളിങ്ങനെ കുറേ പൈസ ഉണ്ടാക്കി ആ പൈസ ബാങ്കിലിട്ട് അതുകൊണ്ട് കുട്ടികൾ ജീവിച്ചോട്ടെ എന്ന് നിരീക്ഷിക്കുന്നതിന് പകരം അത് ആ കുട്ടികളെ നശിപ്പിക്കും. അതിന് പകരം ആ കുട്ടികളെ അധ്വാനിക്കാൻ പ്രാപ്തരാക്കുക. ഒരു നല്ല ജോലിക്ക്, ഒരു നല്ല വരുമാനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം, പരിശീലനം, അതിൻ്റെ മാർഗങ്ങൾ ആ മക്കൾക്ക് നമ്മൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ചെയ്തു കൊടുക്കുക. ഹലാലായ വരുമാന മാർഗത്തിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക, വിരൽ ചൂണ്ടിക്കൊടുക്കുക. തെറ്റായ സമ്പാദ്യങ്ങളോ തെറ്റായ സമ്പാദ്യശീലങ്ങളോ തെറ്റായ ജോലികളോ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് തിരുത്തുക, അത് തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല അധ്വാനവും നല്ല സമ്പാദ്യവും നല്ല ജീവിതത്തിൻ്റെയും നല്ല പര്യവസാനത്തിൻ്റെയും അടയാളങ്ങളാണ്. അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു മനുഷ്യൻ നിരന്തരമായി പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ർസുഖ്നി, അള്ളാഹുവേ എനിക്ക് നീ ഉപജീവനം നൽകണമേ റബ്ബേ, റിസ്ക് നൽകണമേ റബ്ബേ. അയാൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ട് ആകാശത്ത് നിന്ന് അള്ളാഹു നിന്റെ കൈകളിലേക്ക് സ്വർണവും വെള്ളിയും ഇറക്കി തരികയില്ല. നീ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പടച്ചോനെ തരണേ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അല്ലങ്ങട്ട് കൈക്ക് കൊട്ടിത്തരൂല. പകരം നീ പോയി അധ്വാനിക്കണം, നിനക്കനുയോജ്യമായ മേഖലകൾ കണ്ടെത്തി നീ അധ്വാനിക്കണം. എന്നിട്ട് നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നിനക്ക് ബർക്കത്ത് തരും. നമ്മൾ നിസ്കരിക്കുമ്പോൾ രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ആ ചെറിയ ഇരുത്തത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വർസുഖ്നി, അള്ളാഹുവേ എനിക്ക് നീ റിസ്ക് തരണേന. റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഉപജീവനം. അതെന്തിനാ? നമ്മൾ അധ്വാനിച്ചാൽ പോലെ അള്ളാഹിനോട് ചോദിക്കണോ? അതെ, നമ്മുടെ അധ്വാനത്തിന് ബർക്കത്തുണ്ടാക്കുക, ആ അധ്വാനത്തിന് ഫലമുണ്ടാക്കുക, ആ അധ്വാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ആ സമ്പത്ത് നമ്മളിലേക്ക് എത്തുക. അത് അള്ളാഹു നിശ്ചയിച്ചതുപോലെ കിട്ടും. ഒരേ ജോലി രണ്ടാളുകൾ ഒരേപോലെ ചെയ്താൽ അവൻ്റെ വരുമാനം എന്ന് കൂട്ടി നോക്കേണ്ടി രണ്ടാളും വ്യത്യാസക്കാരൻ. ഒരുത്തൻ ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോരാൻ നേരം ഉണ്ടാവില്ല, ഓരോ ഇടങ്ങേറ് കുട്ടികൾ അങ്ങനെ മാസാവസാനം ഒരു വസ്തു ബാക്കിയാവില്ല. എന്നാൽ മറ്റോനാവട്ടെ ഓൻ്റെ വരുമാനത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ വലിയ സംഖ്യ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന, ഉയർന്ന തസ്തികയിൽ ജോലിയെടുക്കുന്ന ഒരു പണ്ഡിതനായ പ്രഭാഷകനായ ഒരു വ്യക്തി, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ അടുത്ത് മദ്രസയിൽ പഠിപ്പിക്കുന്ന പ്രായമായ ഒരാളുണ്ട്, ഒരു ഉസ്താദുണ്ട്. വീട്ടിൽ 5-6 കുട്ടികളൊക്കെ ഉണ്ട്. ആ മദ്രസയിലെ വരിസംഖ്യയുടെ ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുടുംബമാണ്. പക്ഷേ ആ കുടുംബം പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അദ്ദേഹം പറയണം, ഈ ഉദ്യോഗസ്ഥൻ എനിക്ക് നല്ല ശമ്പളം കിട്ടാറുണ്ട്, മാസാവസാനമാകുമ്പോഴേക്ക് അതൊക്കെ തീരാറുണ്ട്. ചില മാസത്തിൻ്റെ അവസാനങ്ങളിൽ ചിലപ്പോൾ കുട്ടികൾ ഒരു 20 റുപ്യ വേണം, അല്ലെങ്കിൽ 50 റുപ്യ വേണം, 100 റുപ്യ വേണം സ്കൂളിൽ കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് മക്കൾ വരുമ്പോൾ എൻ്റെ കീശയിൽ കാശുണ്ടാവില്ല. അപ്പം ഭാര്യ പെട്ടെന്ന് അയൽപ്പക്കത്ത് പോയി ആ വീട്ടിൽ പോയിട്ട് മുഷിഞ്ഞതാണെങ്കിലും 10ൻ്റെയും 20ൻ്റെയും നോട്ടുകൾ കൂട്ടിച്ചേർത്ത് 50ഉമായിട്ട് അവൾ വരാറുണ്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എൻ്റെ ശമ്പളത്തിൻ്റെ 10-1 പോലുമില്ല മനുഷ്യന്, പക്ഷേ അയാളുടെ ജീവിതത്തിൽ എപ്പോഴും ബർക്കത്തുണ്ട്. ഈ ബർക്കത്തൊരു പ്രധാനമാണ്. ഈ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ 2 കാര്യം നമ്മൾ ചെയ്യണം. ഒരുപാട് പൈസ ഉണ്ടായാൽ ബർക്കത്ത് ഉണ്ടാവില്ല. ഒരുപാട് പൈസ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ചില ആൾക്കാരെ കയ്യിലൂടെ വന്നുപോയ പണത്രയും വല്ല കണക്കുണ്ടോ? അതൊക്കെ പാടെ കൂട്ടിയപ്പം തലവിന് ഇങ്ങനെ വെക്കും. കാരണം അതിൻ്റെ പൂജ്യങ്ങൾ വായിക്കാൻ പോലും ഇപ്പം നമുക്ക് കപ്പാസിറ്റി ഇല്ല. എന്ത് സംഭവിച്ചാൽ നിങ്ങൾ അത് വന്ന വഴി, അത് ഉണ്ടാക്കിയ വഴി, നമ്മുടെ നീയത്ത്, അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഹലാലായ ജീവിക്കാനുള്ള സമ്പാദിക്കുക,
അപ്പൊ തോനെ കിട്ടിക്കോട്ടെ, അത് ബാക്കി വെക്കണ്ട. നമ്മളൊരിക്കല് 1000 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ കച്ചവടം ചെയ്ത് 10,000 കിട്ടി, നിങ്ങൾ 9,000 വലിച്ചെറിയണ്ട, 10,000 കൊണ്ട് പോരാ, ഹലാലായതാ കിട്ടിയതെങ്കിൽ. പക്ഷേ തുടങ്ങുമ്പോൾ 1000 കിട്ടേണ്ടിടത്ത് 10,000 കിട്ടാൻ വേണ്ടി വേണ്ടാത്തരങ്ങൾ കാട്ടി, മായം ചേർത്ത്, വില കൂട്ടി, ചതിച്ച്, പറ്റിച്ച്, കളവ് പറഞ്ഞ് നമ്മൾ 10,000 ഉണ്ടാക്കാൻ ശ്രമിച്ചാല് ചിലപ്പോൾ 15,000 ഉണ്ടാവും. പക്ഷെ വെന്നമാർക്ക് ഒലിച്ചാൽ പോവും, ഒരു പിടുത്തം തടസ്സം എവിടെ ഉണ്ടാവില്ല. അപ്പോ ഹലാലായ മാർഗത്തിലാവുക നമ്മുടെ ഉപജീവനം. 2, നമ്മുടെ നീയത്ത്, ഇഖ്ലാസ്. നമ്മൾ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നോ ആ വ്യക്തിയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ആവരുത് പണിയെടുക്കുന്നത്. അത് കമ്പനിയാവാം, വ്യക്തിയാവാം, സ്ഥാപനമാവാം, ഗവൺമെന്റ് ആവാം, എന്താവാം. നമ്മൾ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നോ, ആരാണോ കൂലി തരുന്നത്, ആ കൂലി തരുന്നവരോട് ആത്മാർത്ഥമായ സമീപനം ഉണ്ടാവുക. സമയം അല്ലേ, ഇതൊരു അമാനത്താണ്. ഒരു ജോലി ഒരു അമാനത്താണ്. എനിക്കൊരാള് എന്നെ പണിയെടുപ്പിക്കാൻ മുപ്പര്, ഇതാ വൈകുന്നേരം വരെ പണിയെടുക്കണം കേട്ടോ, കൈക്കോട്ട് വെച്ച് പാടത്തേക്ക് ഇറക്കിയേക്കുക. എന്നിട്ട് ആ മുതലാളി വരുമ്പത്തിനാണ് നിൽക്കുക, ഒന്ന് നിൽക്കാനായക്കൂല, ഇരിക്കാനായക്കൂല. വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ക്ഷീണിച്ചാലും നമ്മളെ ഇടപാട് ഇവിടെ തീരും, വൈകുന്നേരം കൂലി വാങ്ങിപ്പോയാ. ഇത് മുതലാളി പറയാം, ഞാൻ വരില്ല കേട്ടോ, എടുത്തോണം കേട്ടോ എന്ന് പറഞ്ഞ് വിടുക. നമ്മൾ 2 കൊത്തൊത്തി, പിന്നെ ഒരു ചായക്കും, പിന്നെ ഒരു ചോറിനും, പിന്നെ വൈകുന്നേരം ചായക്കും, പിന്നെ 2 സുന്നത്ത് നിസ്കാരം, വൈകുന്നേരം കൂലി വാങ്ങി ഓൻ കുടുങ്ങും. എന്താ നിങ്ങള് ഒരമാനത്ത ഓനെ ഏൽപ്പിച്ച ജോലി, ആ അമാനത്ത് മുതലാളി നോക്കിയില്ലെങ്കിലും പടച്ചോ നോക്കുന്ന, ആ അമാനത്ത് ഈ മുതലാളി നോക്കിയില്ലെങ്കിലും പടച്ചോ നോക്കുന്നു. കാരണം അമാനത്ത് എന്നത് അതൊരു ബാധ്യത, ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ പേടിക്കണ്ട. ഒരു മേലാധികാരി നമ്മളെ നിരീക്ഷിക്കാനുണ്ടെങ്കിൽ ആ ജോലി സുഖ, മൂപ്പർ നോക്കുന്നുണ്ടല്ലോ, നമ്മൾ എടുക്കണ്ടല്ലോ. പക്ഷെ മേലാധികാരി നോക്കാനില്ലാതെ കത്തിയും കഴുത്തും കൈ തന്നിട്ട് ഈ എടുത്തോട്ടോ എന്ന് പറയുമ്പോഴേ ലേശം പേടിക്കണം, നന്നായി പേടിക്കണം. അവിടെ ചിലപ്പോൾ നമുക്ക് പതറിപ്പോകും. 1000 ഉറുപ്പ്യ കൂലി കിട്ടണം, ഓൻ്റെ മേശയിൽ വൈകുന്നേരം ആകുമ്പോൾ 10 ലക്ഷത്തിൻ്റെ കെട്ട് മറിയുമ്പോൾ ആ കെട്ടുന്ന 4-5 നോട്ട് മറിച്ചാൽ ആരും അറിയില്ല. അത് നോക്കാൻ ആളില്ലെങ്കിൽ അത് വലിച്ച് കീശയിലിട്ട് പോകും. അവിടെയാണ് പേടിക്കേണ്ടത്. സത്യസന്ധത, അതാ പറഞ്ഞേ, സത്യസന്ധത ഉണ്ടോ നിങ്ങൾക്ക്, അള്ളാഹു ബർക്കത്ത് തരും. നേരെ മറിച്ച് അള്ള പോട്ടെ, ദുന്യാവിൽ നമ്മക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം അത് കള്ളക്കടത്തോ കരിഞ്ചന്റെ പറ്റിച്ചോ അങ്ങോട്ടോ എന്ന് വിചാരിച്ച പടച്ചോ നമ്മളെ വിടും. ഇവിടെയും പോകും, നാളെ പരലോകം പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാലോ, അദ്ദേഹം മക്കയിലെ അറിയപ്പെടുന്ന കച്ചവടക്കാരൻ, തുണി കച്ചവടക്കാരൻ. വിദേശ രാജ്യങ്ങളുമായിട്ട് വലിയ കച്ചവട ബന്ധമുള്ള കച്ചവടക്കാരനാണ്. പക്ഷെ ഇസ്ലാമിന് വേണ്ടി എല്ലാം കഴിഞ്ഞ് അവസാനം ഒരിക്കൽ ദാനം ചെയ്യാൻ വേണ്ടി റസൂല് കൽപ്പിച്ചില്ലേ ഒരു യുദ്ധസമയത്ത്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റസൂലെ നിന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദാനം ചെയ്തിട്ടോന്ന്. പിന്നെ അബൂബക്കർ വന്നപ്പോൾ റസൂൽ ചോദിച്ചു, അബൂബക്കറെ എന്താ പറഞ്ഞ് വീട്ടിൽ ബാക്കിയുള്ളത്? അബൂബക്കർ പറഞ്ഞു, അള്ളി റസൂലുണ്ട്, വേറെ ഒരു വസ്തു ബാക്കിയില്ല, തീർന്നു. മക്കത്ത് അറിയപ്പെടുന്ന പണക്കാരനാ, മുഴുവൻ തീർത്ത്, ഒന്നുമില്ല. അദ്ദേഹം ഖലീഫയായപ്പോ പണിക്ക് പോകാൻ വയ്യാതെ, പണി എന്ന് പറഞ്ഞാൽ സാധാരണ കൂലിപ്പണിയാ, കൃഷിയിടങ്ങളിൽ ഈത്തപ്പനത്തോട്ടങ്ങളിലെ പണിയാ, വീട്ടിൽ പട്ടിണിയായി. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു, അബൂബക്കറിന്റെ രാജാവാണ്, സാമ്രാജ്യത്തിന്റെ രാജാവാ, പക്ഷേ വീട്ടിൽ പട്ടിണിയെന്ന് ആരോ പറഞ്ഞു. അപ്പൊ ഉമർ അടക്കമുള്ള സീനിയറായ സഹാബിമാരെ നിരീക്ഷിച്ചു, സത്യമാണ്, വീട്ടിൽ പട്ടിണിയാ, അവർക്കൊന്നും ചെല്ലണില്ല. അപ്പൊ അബൂബക്കറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അബൂബക്കറെ താങ്കള് രാജ്യകാര്യങ്ങളിൽ മുഴുകണം. ഇനി അങ്ങനെ മുഴുകുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല, പെരയിൽ പട്ടിണിയാവും. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം ഞങ്ങൾ താങ്കൾക്ക് വരുമാനമായി ജീവിതമാർഗമായി നിശ്ചയിക്കാം, അത് എടുക്കണം. എടുക്കൂലാന്ന്. അവസാനം അവിടെ ഉണ്ടായിരുന്ന തലമൂത്ത സഹാബിമാര് ഒന്നടങ്കം അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിട്ട്, എന്നിട്ട് അദ്ദേഹം പറയണേ, ഞാൻ എത്രയാണ് എത്ര എടുക്കുക അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം അവരോട് പറയാ, ഞാൻ എത്ര എടുക്കണമെന്ന് നിങ്ങൾ നിശ്ചയിക്കണം, അതിനപ്പുറത്തേക്കെങ്ങാനും എൻ്റെ കയ്യിൽ വരുന്നുണ്ടോ നിങ്ങൾ നിരീക്ഷിക്കണം. എന്താണ് പേടിയില്ലേ? ആരാണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് ആവുന്നതിനെ അത്രത്തോളം പേടിക്കണമെന്ന് പഠിപ്പിച്ച മതം. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാക്കുക, അധ്വാനിച്ച് ജീവിക്കുക. ഒരാളെ ആശ്രയിച്ച് അത് പറ്റിച്ചുകൊണ്ടാവാം. അത് മൂപ്പരപ്പം അങ്ങനെ കൂടിയാൽ മൂപ്പരങ്ങനെ പൊക്കി പറഞ്ഞാൽ ഇടക്കിടക്ക് ചായയും ബിരിയാണിക്ക് കിട്ടും, അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവാം.
ഒക്കെ കരുതിക്കോലുണ്ട്. മുഖത്ത് മാംസമില്ലാതെ പരലോകത്ത് വരും. കാണാൻ ഒരു ചൊറുക്കണമല്ല. ഇപ്പം അങ്ങനെ പുട്ടിയൊക്കെ ഇട്ട് ചൊറുക്കിൽ കൊണ്ടെടുക്കണേ മൂന്നൊക്കെ ഉണ്ടല്ലോ, 5 പൈസ ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. 1 അധ്വാനിക്കുക, 2 ആത്മാർത്ഥത ഉണ്ടാവുക, 3 റിസ്ക് നന്നാവാനും അത് കിട്ടാനും അള്ളാഹിനോട് മനസ്സറിഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മാർഗത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഹറാമായ എന്തെങ്കിലും സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങളില്ലാതെ മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കുവാനുള്ള ജീവിത മാർഗങ്ങൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആത്മാർത്ഥമായ നല്ല നീയത്തോടുകൂടി സമ്പാദ്യവും ഉപജീവനവും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമീൻ